യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ജീവിതം എങ്ങനെയും ജീവിച്ചു തീർത്താൽ മതിയെന്നതാ പുതിയ കാലത്തിൻ്റെ ജീവിത രീതി. ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ക്രിസ്തീയ മൂല്യങ്ങളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാതെ സത്യവും സ്നേഹവും നീതിയുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് തങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ ജീവിതത്തെ ജീവിച്ചു തീർക്കാനാണ് ഇന്നെല്ലാവരും ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളുടെയും പരാജയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണം മറ്റാരുടെയോ പ്രവൃത്തികളാണെന്ന് വിശ്വസിക്കാനും അത് മറ്റുള്ളവരോട് പറയാനും ഒക്കെ താല്പര്യപ്പെടുന്നവരാ നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തികളുടെ പ്രതിഫലം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നൊന്ന് തിരിച്ചറിയണം. ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമുക്ക് പറഞ്ഞു തരുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന അനീതികൾക്ക്, ദൈവത്തിൻ്റെ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കാതെ പോകുന്ന അവസരങ്ങൾക്ക് നാം തന്നെ വില കൊടുക്കേണ്ടി വരും എന്ന സത്യം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ്മോൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായി. അതിനുവേണ്ടി അവനൊരു ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും ബയോഡാറ്റ അയച്ചു. പക്ഷേ ഒന്നിനും ഒരു പ്രതികരണം ഉണ്ടായില്ല. ഞാൻ സാധിക്കുന്ന ശനിയാഴ്ചകളിലൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, അവന് എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. അത് ഈശോ അത് സാധിച്ചു. അവൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു. ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മുടെ പ്രവൃത്തി നമ്മുടെ തന്നെ തലയിൽ വന്ന് വീഴുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിലും ദുഷിച്ച പ്രവൃത്തികളാണെങ്കിലും അത് നമ്മുടെ തന്നെ തലയിൽ വന്ന് വീഴും. ഒരു വചനഭാഗം സഭാപ്രസംഗൻ്റെ പുസ്തകം ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ് 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നീ ചെയ്ത എല്ലാ നിഗൂഢ പ്രവൃത്തികളും, അത് നല്ലതാണെങ്കിലും ദുഷിച്ചതാണെങ്കിലും, നീ ചെയ്ത എല്ലാ പ്രവൃത്തികളും നീതിപീഠത്തിന്മേൽ വിധി ദിവസം വന്നിരിക്കും എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ഒളിച്ചു വെക്കാനാവില്ല. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം വായിച്ചാൽ, ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ ഉയരുമ്പോൾ നിൻ്റെ ദൈവം അതറിയും. ഒരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് വീഴുമ്പോൾ നിൻ്റെ ദൈവം അത് കേൾക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. ദൈവം എല്ലാ കാര്യങ്ങളും കാണുന്നവനാണ്. ആ ദൈവം പറയുകയാണ്,
നീ ചെയ്ത നല്ലതും മോശവുമായ സകല പ്രവൃത്തികളും നീതിപീഠത്തിന്മേൽ ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തകളെ, സംസാരത്തെ, പ്രവൃത്തികളെ, ശീലങ്ങളെ എല്ലാം അങ്ങേയറ്റം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള രണ്ട് വചനഭാഗങ്ങൾ. ഒന്ന്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വചനം. നീ ചെയ്ത നിന്റെ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് 3-4 തലമുറകൾ വരെ ശിക്ഷിക്കപ്പെടും. ഇതിന് നേരെ വിപരീതമെന്ന് തോന്നാവുന്ന ഒരു വചനഭാഗമാണ് എസെക്കിയേൽ 18-ാമത്തെ വചനം. അപ്പൻ്റെ തെറ്റിന് മകൻ ശിക്ഷിക്കപ്പെടരുത്, മകൻ്റെ തെറ്റിന് അപ്പൻ ശിക്ഷ അനുഭവിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വചനങ്ങൾ വിരോധാഭാസമായിട്ട് ചിലർക്ക് തോന്നിയേക്കാം. അവിടെ ഒരു വിരോധാഭാസവുമില്ല. പുറപ്പാട് 20-ാം അധ്യായം 5 മുതലുള്ള വചനഭാഗത്തിൻ്റെ സന്ദേശം പാപത്തിൻ്റെ സ്വാധീന ശക്തി, പാപത്തിൻ്റെ സാമൂഹിക വശം, സോഷ്യൽ ഡയമെൻഷൻ. ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ പരിണതഫലം എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. എൻ്റെ പാപത്തിൻ്റെ സ്വാധീനം മറ്റുള്ളവരിലേക്കും കടന്നു വരും, തലമുറകളിലേക്ക് അത് വ്യാപിക്കാം എന്നുള്ളതാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. വീണ്ടും എസെക്കിയേൽ 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം നമ്മൾ ചെയ്യുന്ന പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കണം. മറ്റൊരാളുടെ മേൽ ചുമത്തുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ പാപം മൂലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന രോഗങ്ങളായിരിക്കാം, ദുരിതങ്ങളായിരിക്കാം. അത് സങ്കീർത്തനം 107:17 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരു വചനഭാഗം ഞാനൊന്ന് വായിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം. നിന്റെ തലയിൽ തലപ്പാവും കാലുകളിൽ പാദകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ പ്രലപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തരും അപരനെ നോക്കി ഞരങ്ങും. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സ്വാധീന ശക്തി, പാപത്തിൻ്റെ നശീകരണ ശക്തി എത്ര വലുതായിരിക്കാം എന്നുള്ളതാണ് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മേൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ ഒന്ന് ഉറപ്പിക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസൃതമായിട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസൃതമായി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യപുത്രൻ മാലാഖമാരോടുകൂടി ഉപവിഷ്ടനാകുമ്പോൾ അവിടുന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾക്കനുസൃതമായി അവിടുന്ന് പ്രതിഫലം നൽകും. പ്രിയപ്പെട്ടവരെ, ഈ ആശയം വളരെ വ്യക്തമാക്കുന്ന മറ്റ് പല വചനഭാഗങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും. റോമാലേഖനം 2-ാം അധ്യായം 9-10 വചനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ്: നിങ്ങൾ യഹൂദനോ ഗ്രീക്കുകാരനോ ആരുമാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ദൈവം തക്കതായ പ്രതിഫലം നൽകും. നിങ്ങൾ യഹൂദനോ ഗ്രീക്കുകാരനോ ആരുമാകട്ടെ, പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളും ക്ലേശങ്ങളും
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ദൈവം വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ചിന്തകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പലതിൻ്റെയും ഉത്ഭവം ചിന്തയിലാണ്. അപ്പം അതുകൊണ്ട് ആ ചിന്തകളെ നമുക്ക് അങ്ങേയറ്റം ശ്രദ്ധിക്കാൻ സാധിക്കണം, നിയന്ത്രിച്ച് കീഴടക്കാൻ പറ്റണം. ചിന്തകളാണ് പിന്നീട് സംസാരമായിട്ട് മാറുന്നത്. സംസാരമാണ് പിന്നീട് പ്രവൃത്തിയായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല ചിന്തകൾ നമുക്കുണ്ടാകണം. നന്നായിട്ട് സംസാരിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവരും. പ്രവൃത്തികൾ മോശമാണെങ്കിൽ, ദുഷിച്ചതാണെങ്കിൽ അവ നമ്മളെ കൊണ്ട് എത്തിക്കുക ചില ദുശ്ശീലങ്ങളിലേക്കായിരിക്കാം. ആ ദുശ്ശീലങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറും. അപ്പം അതുകൊണ്ട് ചിന്തകൾ തുടങ്ങി അങ്ങേയറ്റം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, നീ ചെയ്യുന്ന സൽപ്രവൃത്തികൾ നിന്റെ തലയിൽ അനുഗ്രഹമായി വന്നു പതിക്കും. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതെല്ലാം അനുഗ്രഹമായിട്ട് നമ്മളിൽ മാറും. അതുകൊണ്ടാണ് 1 തീമോത്തി 6-ാം അധ്യായം 18-ാമത്തെ വചനം വായിച്ചാൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സമ്പന്നരാകുക. നിങ്ങളുടെ മേൽ ദൈവാനുഗ്രഹം കടന്നു വരും. മാത്രമല്ല നിങ്ങളിലൂടെ മറ്റനേകരെ ദൈവം അനുഗ്രഹിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് സൽപ്രവൃത്തികളിൽ നമ്മൾ സമ്പന്നരായിട്ട് മാറണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ദൈവം അനുഗ്രഹിക്കാനിരിക്കുന്നത് 1000 തലമുറകളിലേക്ക് അനുഗ്രഹം വരും. നിങ്ങളുടെ 1000 തലമുറകൾ വരെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം നമുക്കറിയാമല്ലോ. വ്യത്യസ്ത ലെവലിലുള്ള അനുഗ്രഹങ്ങൾ. അബ്രാഹത്തിന് ദൈവം കൊടുത്ത ഒരു സന്ദേശം, വാഗ്ദാനം ഇതാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കാരണം നമുക്കറിയാം, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റാൻ മനസ്സുറപ്പിച്ച വ്യക്തിയാണ് അബ്രാഹാം. സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ സമ്പന്നനായിരുന്ന അബ്രാഹാം, പാപങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു അബ്രാഹാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അബ്രാഹത്തിന് ദൈവം കൊടുത്ത അടുത്ത വാഗ്ദാനം ഇതാണ്, ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കി മാറ്റും. ചിലരുടെ കാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവരെവിടെ ചെന്ന് തൊട്ടാലും അവിടെയെല്ലാം അനുഗ്രഹം. ഏതാണ്ട് ഈ ഒരവസ്ഥയിലായിരുന്നു പഴയ നിയമത്തിലെ ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന അതാണ്, ജോസഫ് എവിടെ ചെന്ന് തൊട്ടാലും അവിടെയെല്ലാം അനുഗ്രഹം. ഇതുപോലെ അബ്രാഹത്തിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ്, ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കി മാറ്റും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ലെവലിലുള്ള അനുഗ്രഹം, നിന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ, സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമ്മൾ സമ്പന്നരാണെങ്കിൽ, അതിൻ്റെ നന്മ നമ്മളിൽ മാത്രമല്ല നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കൊച്ചുമക്കളിലേക്കെല്ലാം കടന്നു വരും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു സ്ത്രീ അവരുടെ അമ്മയെക്കുറിച്ച്, യഥാർത്ഥത്തിൽ അമ്മായിയമ്മയായിരുന്നു, പക്ഷെ അവർ പറഞ്ഞത് എൻ്റെ അമ്മ
വളരെ വളരെ നല്ലൊരു സ്ത്രീയാണ് അച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് ഭർത്താവിൻ്റെ അമ്മയാണെന്നുള്ളത് അവർ എടുത്തു പറഞ്ഞത്. വളരെ ദൈവത്തെ സ്നേഹിക്കുന്ന, ഒരുപാട് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ കുടുംബത്തിലുള്ളവരെയെല്ലാം സ്നേഹിക്കുന്ന, ഞങ്ങളെ നന്നായി കരുതുന്ന ഒരു നല്ല അമ്മ. അതോടൊപ്പം അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അമ്മ ഇത്രയും നല്ലൊരു വ്യക്തിയാകാൻ കാരണം എനിക്കറിയാം, അമ്മയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഒക്കെ അവർ വളരെ നല്ല മനുഷ്യരായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യരായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് കിട്ടിയ നന്മ. ഇനി ആ നന്മയെക്കുറിച്ച്, ആ സ്ത്രീയുടെ നന്മയെക്കുറിച്ച് അവരുടെ മരുമകൾ വളരെ വികാരത്തോടുകൂടി അത് സൂചിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിലെ നന്മ, നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റനേകരുടെ ജീവിതത്തിലേക്ക് അത് അനുഗ്രഹമായി വർഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് നമ്മളവിടെ കാണുക. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ നമ്മുടെ തന്നെ തലയിൽ വിനയായി വീഴും. നമുക്ക് തന്നെ അത് വിനയായി മാറും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും വചനഭാഗങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എസെക്കിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം പറയുന്നത്, നിന്റെ പാപം നിനക്കെതിരെ തിരിയും. നീ ചെയ്ത പാപം, നിന്റെ അവിശ്വസ്തത, അതായിരിക്കും നിന്റെ ശത്രുവായിട്ട് മാറുക. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, ദുഷ്പ്രവർത്തികൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ വിനയായിത്തീരും എന്നുള്ളതാണ് ആ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒബാദ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം ഇതേ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. വീണ്ടും എസെക്കിയേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വചനം വായിച്ചാൽ ഇതേ സന്ദേശം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ അനുഗ്രഹമായി മാറുമ്പോൾ നമ്മൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിനയായി മാറും എന്നുള്ളത് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു സംഭവം, ഒരു സ്ത്രീ, ഇതവരുടെ അമ്മായിയമ്മയെക്കുറിച്ചല്ല, നാത്തൂനെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ നാത്തൂന് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി അത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ന്യൂസ് പുറത്തു വന്നത്. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, ഒരു ബ്രസ്റ്റിനേ ഉള്ളോ, 2 ബ്രസ്റ്റിനുണ്ടോ? ഏതായാലും അവർക്ക് കിട്ടിയ ആൻസർ, 2 ബ്രസ്റ്റിനും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ടും അവരറിയാതെ ഒരു കമൻറ്റ് പറഞ്ഞു പോയി. അത് അവൾക്ക് ഒരു എല്ല് കൂടുതലുണ്ടായിരുന്നു. അവളെ ഒന്ന് എളിമപ്പെടുത്താൻ വേണ്ടി കർത്താവ് കൊടുത്തതാണ്. അങ്ങനെ ഒരു സംസാരം അവരുടെ നാവിൽ നിന്ന് വീഴുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതിനു ശേഷം ഈ സ്ത്രീ വളരെ വേദനയോടെ, കുറ്റബോധത്തോടെ പറഞ്ഞൊരു കാര്യം, അവളുടെ 2 ബ്രസ്റ്റ് റിമൂവ് ചെയ്തെങ്കിൽ എനിക്ക് സംഭവിച്ചെന്താണെന്നറിയാമോ? എൻ്റെ യൂട്രസ്, എൻ്റെ ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ ഗർഭപാത്രത്തിന് അസുഖം ബാധിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചു, ഇത് റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിനയായി മാറും. ഇവരുടെ കുറ്റബോധം ഇതായിരുന്നു. ഒരുപക്ഷെ ഞാനന്നങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ ഒരു കമൻറ്റ് പറയുകയും ചെയ്തതിന് എനിക്ക് കിട്ടിയ ഒരു ശിക്ഷ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ദുഷ്പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ. അങ്ങനെ പോയാൽ അതിൻ്റെ പരിണതഫലമായി നമ്മുടെ തലയിൽ വന്ന് വീഴാൻ പോകുന്നത് ദൈവം അനുവദിക്കുന്ന ചില ശിക്ഷകളും ശിക്ഷണങ്ങളുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 15-16 വചനങ്ങൾ. സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക്
പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിര്യക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന് ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പാപം നമ്മുടെ തലയിൽ തന്നെ വന്നു വീഴും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ഭയാനകമാണ്. യെശയ്യാ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകനെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭയാനകമായ ആ ശിക്ഷാ നടപടികളിലേക്ക് നമ്മൾ പോകാതിരിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാപങ്ങൾ ഒഴിവാക്കുക, ഒപ്പം പുണ്യങ്ങൾ അഭ്യസിച്ച് നമ്മൾ ജീവിക്കുക. ഈ വലിയ ഒരഭിഷേകം ഏറ്റെടുക്കുവാനുള്ളൊരു കൃപയ്ക്കായി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമുക്കിപ്പോൾ അല്പസമയം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദൈവമേ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ യേശു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം ധ്യാനിച്ച നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട കാര്യങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിനുള്ള ഫലം നൽകുന്നത് ദൈവമാണ്. ജീവിക്കുന്ന കർത്താവ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ജീവിക്കുന്ന വിശ്വാസത്തോടെ ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും. ആ വലിയ ബോധ്യത്തോടെ ഈശോയുടെ പക്കലേക്ക് നമുക്കിപ്പോൾ തിരിയാം. നമ്മളിന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിന്തകൾ മാത്രമല്ല, നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളും വളരെ പ്രധാനപ്പെട്ടതാണ്. സൽപ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ തന്നെ ശിരസിൽ വന്നു വീഴും. ദുഷ്പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷാ നടപടികളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യമാണ് വചന വെളിച്ചത്തിൽ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഏതാനും നിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്തു പോയ എല്ലാ ദുഷ്പ്രവൃത്തികൾ, അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ ദുഷ്പ്രവൃത്തികൾ, അതിന് കർത്താവിനോട് മാപ്പ് ചോദിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കവിടെ ഒരു വിശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നീട്ടാം. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കി. ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തിനെതിരായി നമ്മൾ പ്രവർത്തിച്ചത്, നമ്മുടെ സഹോദരങ്ങൾക്കെതിരായി നമ്മൾ പ്രവർത്തിച്ചത്, ഏതെല്ലാം ദുഷ്പ്രവർത്തികളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, തടസ്സങ്ങൾ, തകർച്ചകൾ, അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ പാപത്തിൻ്റെ കണക്കുകൾ, നമ്മുടെ ദുഷ്പ്രവർത്തികളുടെ കണക്കുകൾ ഉണ്ടാകാം. നമുക്കവയ്ക്കെല്ലാം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും കർത്താവെ തെറ്റുപറ്റി മാപ്പ് തരണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ, ഹൃദയം നുറങ്ങി കർത്താവിനെ വിളിച്ചാൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, പാപികളായ മറ്റു വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമുക്കറിയാവുന്ന മറ്റു പല വ്യക്തികൾ, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ, സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ, വിശുദ്ധിക്കെതിരായി പ്രവർത്തിക്കുന്നവർ, നമുക്കവരെല്ലാം ഓർത്ത് കർത്താവിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ കർത്താവേ, വിശുദ്ധീകരിക്കുന്ന കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഞങ്ങളുടെ തന്നെ പാപമാണ്. കർത്താവേ, ഞങ്ങളുടെ ദുഃഖം മാറാതിരിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ ശക്തി ഞങ്ങളിൽ പ്രകടമാകാത്തതാണ്. അവിടുത്തെ ശക്തി ഞങ്ങളിൽ പ്രകടമാകാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ തന്നെ പാപങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുരക്തം തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ പരിണത ഫലമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വീണ്ടെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കരങ്ങൾ കൂപ്പാം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്കൊന്ന് ലയിക്കാം. കർത്താവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഹൃദയാഭിലാഷങ്ങളെ ഇപ്പോൾ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇനിമേൽ പാപം ചെയ്യാതെ പകരം സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള തീരുമാനത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപത്തിന് പരിഹാരം, ഇനിമേൽ പാപം ചെയ്യാതെ ചെയ്യാവുന്നത്ര നന്മകൾ ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റെടുക്കുക, ഒരനുഗ്രഹമായിട്ട് മാറുക. ഈ ആഗ്രഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ കർത്താവേ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മ വർജിക്കുവാനും നന്മ ആർജിച്ച് ജീവിക്കുവാനും വേണ്ട വലിയ അഭിഷേകം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. പാപം നിറഞ്ഞ പഴയ ജീവിതത്തോട് വിട പറഞ്ഞ് പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് ഇപ്പോൾ കടന്നു വരണമേ. ആത്മീയ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ശരീരത്തിൻ്റെ തലത്തിൽ, കുടുംബത്തിൻ്റെ തലത്തിൽ ഇവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് വർഷിക്കുമാറാകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ